വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ KSEB എയ്ഡിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. ഇന്നാണ് വന്നിരിക്കുന്നത് 6/2/2024. കാറ്റഗറി നമ്പർ 439/2022 ദ രജിസ്റ്റർ നമ്പേഴ്സ് ഓഫ് കാൻഡിഡേറ്റ്സ് ഹു ആർ ഫൗണ്ട് പ്രൊവിഷണലി എലിജിബിൾ ടു ബി കോൾഡ് ഫോർ ഇന്റർവ്യൂ സബ്ജക്ട് ടു ദി വെരിഫിക്കേഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഫോർ ദ പോസ്റ്റ് ഓഫ് സ്കെയിൽ ഓഫ് പേ ഓഫ് സ്കെയിൽ വന്നിരിക്കുന്നത് 40,975 തൊട്ട് 81,630 വരെയാണ്. 30/6/2023 എക്സാം കണ്ടക്ട് ചെയ്തേക്കുന്നത് അല്ലെ. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ എത്ര പേരാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതെന്നും എത്രയായിരുന്നു കട്ട് ഓഫ് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതില് 383 പേരെയാണ് അവർ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. 383 പേരെ മാത്രമേ അവർ എന്താ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. സപ്ലിമെന്ററി ലിസ്റ്റിൽ 388 പേരെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ ദ ഡിഫറെന്റ് ലിസ്റ്റിൽ 14 പേര്, ഷോർട്ട് ലിസ്റ്റിലുള്ള 785 പേര്. മെയിൻ ലിസ്റ്റിലാകെ 383 പേരെയാണ് അവർ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഏതായാലും. ഓക്കെ, നമുക്ക് എത്ര വേക്കൻസി റിപ്പോർട്ട് ഇപ്പം അവിടെ ഒബിയസ്ലി അവിടെ ഇപ്പം റീസ്ട്രക്ചറിങ് നടന്നുകൊണ്ട് പോകണം. അപ്പോ എയും വരുന്ന അവർ ഒരിക്കലും ഷോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ, സബ് എഞ്ചിനീയറിന്റെ മാരെയാണ് പിന്നെ എന്താ പിന്നെ അവർ വെട്ടി കുറക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ എയുടെ ഒരിക്കലും അവർ ഷോർട്ട് പിന്നെ റീസ്ട്രക്ചർ ചെയ്യുമ്പോൾ എയിനെ എന്തായാലും ഒഴിവാക്കാൻ വേണ്ടി പോകുന്നില്ല. പക്ഷെ എന്നിരുന്നാലും അവിടെ 383. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന കട്ട് ഓഫ് മാർക്ക് 51.33 കട്ട് ഓഫ് ആയിട്ട് വന്നുള്ളൂ കേട്ടോ. ഓക്കെ, 51.33 ആണ് എന്ത് ഇവിടെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ 383 പേരെ അവർ മെയിൻ ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 388 പേരെ എന്താ അവര് സപ്ലിമെന്റ് ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 14 പേരെ ഡിഫറെന്റ് ടേബിൾ. ടോട്ടൽ 785 പേരാണ് അവർ മെയിൻ ലിസ്റ്റിൽ സോറി ടോട്ടൽ ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, ഷോർട്ട് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഓക്കെ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോ കൂടുതൽ അപ്ഡേഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.